നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത് ഡിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗഹൃദം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. സൗഹൃദം ഒരു മരുന്നാണ്, ഒരു ശക്തിയാണ്. പക്ഷേ ഇന്നത്തെ സൗഹൃദത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് നാം എത്രയോ തവണ കേട്ടിരിക്കുന്നു. എന്നാൽ അമേരിക്കയിലെ ഹാർവർഡ് ബിസിനസ് റിവ്യൂ എന്ന പ്രസിദ്ധീകരണം അടുത്ത കാലത്ത് ചർച്ച ചെയ്ത ഒരു വിഷയം കേൾക്കൂ. സൗഹൃദമാന്ദ്യം. അർത്ഥവും ആഴവുമുള്ള സൗഹൃദങ്ങൾ കുറഞ്ഞു വരുന്നതാണ് സൗഹൃദമാന്ദ്യം. ആത്മമിത്രങ്ങൾ ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നതാണ് സർവേകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിക്കാരായ അമേരിക്കക്കാരിൽ 12% പേരും പറയുന്നത് അടുത്ത സുഹൃത്തുക്കളില്ല എന്നാണ്. 1990-ൽ അങ്ങനെ പറഞ്ഞവരുടെ 4 ഇരട്ടിയാണത്രേ ഇത്. 10 അതിലധികമോ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാകുന്നവരുടെ എണ്ണം ഇതേ കാലയളവിൽ 1/3 കുറഞ്ഞു. റെസ്റ്റോറന്റുകളിൽ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണത്തിലും ഇക്കഴിഞ്ഞ 2 വർഷത്തിൽ 29% വർധനമുണ്ടായി എന്നാണ് അറിയുന്നത്. ലോകമെങ്ങും നല്ല സൗഹൃദങ്ങൾ കുറഞ്ഞു വരികയാണ്. നിത്യജീവിതത്തിൽ സൗഹൃദങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നില്ല. അതിനാർക്കും സമയമില്ല. ഓരോരുത്തരും ഓരോ ചെറിയ ദ്വീപായി മാറിക്കൊണ്ടിരിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ ഹൃദ്രോഗം മുതൽ മറവി രോഗം വരെ വിളിച്ചു വരുത്തുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദിവസവും 15 സിഗരറ്റ് വലിക്കുന്നത്ര ഹാനികരമാണത്രേ ഏകാന്തത്വ ബാധ. ഇഴയടുപ്പമുള്ള സൗഹൃദങ്ങൾ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ദിവ്യ മരുന്നാണ്. 80 വർഷത്തെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ച് ഹാർവർഡ് സർവകലാശാല കണ്ടെത്തിയതും ഇതുതന്നെയാണ്. ആരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമായ ഘടകം പണമോ ജോലിയോ അല്ല, നല്ല സൗഹൃദങ്ങളാണ്, ആത്മബന്ധങ്ങളാണ്. ഹാർവർഡ് സർവകലാശാലയിൽ ഇപ്പോൾ സൗഹൃദം പാഠ്യവിഷയമാണെന്ന് കൂടി ഓർക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ ഓർക്കുക, അവരുമായി മിണ്ടിപ്പറഞ്ഞിരിക്കുക, അവർക്കൊപ്പം സമയം ചെലവഴിക്കുക. എന്തെന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ആ സൗഹൃദം. മഹാനായ ഉറുദു കവി മിർസ ഗാലിബിന്റെ പ്രശസ്തമായ വരികൾ ഇങ്ങനെയാണ്: ദൈവമേ, സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കാൻ എനിക്ക് അവസരം നൽകണമേ. നിന്നോടൊപ്പം ഇരിക്കാൻ എനിക്ക് മരണശേഷവും അവസരമുണ്ടല്ലോ. നിങ്ങൾക്കേവർക്കും നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.